മെയ് 31-ാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ പ്രോഗ്രസ് ത്രൂ എഡ്യൂക്കേഷൻ ഓൺലി പ്രോഗ്രാം തുടങ്ങി. ആദ്യം ഇതുപോലൊരു എംപവർമെന്റ് സെഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫ്ലോ എന്നുള്ളൊരു പരിപാടി, ഫ്യൂച്ചർ ലീഡേഴ്സ് ഓറിയന്റേഷൻ വർക്ക്ഷോപ്പ് എന്നുള്ളത്, അത് 4 സെഷൻ ഉണ്ടായിരുന്നു. ഒരു മാസം വീക്കെൻഡ്സിൽ 4 സെഷനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിയമം, അതുപോലെ സൈക്കോളജിക്കൽ ഇത്, അതെല്ലാമായിട്ട് വേറൊരു പ്രോഗ്രാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ 7ാമത്തെ പ്രോഗ്രാമാണ്. ഒരു വർഷത്തിനുള്ളിൽ ഒരു സാമൂഹിക സംഘടന വ്യക്തിത്വ വികാസത്തിന് വേണ്ടി 7 പ്രോഗ്രാം നടത്തുന്നത് എനിക്കൊന്നും മണ്ണിൽ വേറാനും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഇപ്പൊ നാരായണ ഗുരു ആധ്യാത്മിക ലോകത്തുനിന്ന് സാമൂഹികമായിട്ടുള്ള അനീതികൾ കണ്ടപ്പോൾ പുള്ളി അത് ത്യജിച്ചിട്ട് ഇവിടെ ഇറങ്ങി വന്ന ഒരാളാണ്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ ശിഷ്യന്മാരെ നോക്കുകയാണെങ്കിൽ പലരും വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നു. കുമാരനാശൻ ഒരു കവിയായിരുന്നു, അതുപോലെ വളരെ ആധ്യാത്മികമായിട്ട് നോളജുള്ള ആളായിരുന്നു. പക്ഷെ ഗുരുവിന്റെ ഏറ്റവും മാനസികമായിട്ട് അടുത്തുള്ള ആൾ കുമാരനാശനായിരുന്നു. ഡോക്ടർ പൽപ്പു, അദ്ദേഹം വലിയൊരു സംഘാടകനായിരുന്നു. സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം നാസ്തികനായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നില്ല. അതുപോലെ ശിവലിംഗ സ്വാമികൾ ആദ്യമായിട്ട് അരുവിപ്പുറത്ത് നാരായണ ഗുരുവിനെ കാണുന്നത് ചുറ്റുവട്ടത്തും പുലികളും പാമ്പുകളൊക്കെ കിടക്കുന്നതായിട്ടാണ്. അപ്പൊ ഗുരു ശരിക്കും പറഞ്ഞാല് ഒരു സംഘടന നയിച്ചത് പല രീതിയിലുള്ള ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളൊക്കെ ഒന്നിച്ച് ഒരു പെർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പൊ നമ്മള് ഉള്ള സംഘടന അതുപോലെ ആയിരിക്കണം. നമ്മള് ഓരോരുത്തർക്കും പ്രത്യേക കഴിവുകളുണ്ട്. ഇപ്പൊ എന്റെ അടുക്ക അല്ലെങ്കിൽ സുനിലിന്റെ അടുത്ത് ഒരു ക്ലാസ് എടുക്കാൻ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യും. അപ്പോൾ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് സംഘടനയിൽ നേതൃത്വം ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പൊ ഒരു ഫ്ലയർ ഉണ്ടാക്കണം പെട്ടെന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം എടുത്താലും എനിക്ക് പറഞ്ഞ പോലെ ക്യാൻവ ചെയ്തിട്ട് കുറച്ച് ഒരു ഫ്ലയർ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. അതുപോലെ അവരവർക്ക് ഇഷ്ടമുള്ള പണികൾ, ഇപ്പൊ ഒരാൾക്ക് അത് നേതൃത്വം ശരിക്കും മനസ്സിലാക്കിയിട്ട്, ഇപ്പം സിജുമോനോടാണെങ്കിൽ ആധ്യാത്മികമായിട്ട് എന്ത് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും വളരെ ഹാപ്പി ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള. ഗുരു ചെയ്തത് അത് തന്നെയാണ്. ഇപ്പൊ എല്ലാ ആൾക്കാരും ഒരേപോലെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് അച്ചടക്കം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അച്ചടക്കം വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഉള്ള ഒരു മൂവ്മെന്റ്, അതെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയുണ്ട്. ഞാൻ മുമ്പ് ഇതുപോലൊരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഫിസിക്സില് ഏറ്റവും ഇതായിട്ടുള്ള ഇതാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. വളരെ അതിനൊരു മാസ് ഇല്ല, ഒന്നുമില്ല. ഇലക്ട്രോൺസ് പറഞ്ഞിങ്ങനെ ഒരു ആറ്റത്തിന്റെ വെയിറ്റിന്റെ ഒന്നുമില്ലാത്ത ഒരു സാധനം. ആ സാധനം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ട് ഒരു കണ്ടക്ടറിൽ കൂടെ അങ്ങോട്ട് സ്റ്റഡി ആയിട്ട് മാർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ that becomes electricity, and that's the most powerful thing in the world now. അപ്പൊ അതായിരിക്കണം സംഘടന. നമ്മളെല്ലാവരും ഈ ധൂളികളാണ്, ഇലക്ട്രോൺ ധൂളികളാണ്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് അതിന് ഒരു ശക്തിയുണ്ട്. അപ്പൊ മനുഷ്യർ അങ്ങനെ ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ വിശേഷ ബുദ്ധിക്കുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. 100 വർഷം മുമ്പ് ഇരുന്ന് ഒരാൾ ജസ്റ്റ് ഒരു വാചകം പറഞ്ഞു, അതിപ്പോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോലും ആ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അത് നമ്മൾ ഇപ്പോഴും അതിന്റെ അലകൾ നമ്മളിൽ ഇങ്ങനെ ഉത്തേജനം നൽകാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം.